അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. നമ്മൾ നിയ്യത്ത് വേണം, ആത്മാർത്ഥത വേണം, ഇഖ്ലാസ് വേണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പാഠം. അതിൽ 7ാമത്തെ ഹദീസാണ് നമ്മൾ പറയുന്നത്. അൻ അബീ ഹുറൈറത്ത അബ്ദുറഹ്മാൻ ഇബ്നു സഖ്റിൻ റളിയല്ലാഹു അൻഹു ഖാൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. പൂച്ചയുമായി നല്ല സ്നേഹബന്ധം പുലർത്തുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ, കുപ്പായ കയ്യിൽ എപ്പോഴും ഒരു പൂച്ച ഉണ്ടാവും. അതിനെ താലോലിച്ചുകൊണ്ടും അതിന് ഭക്ഷണം കൊടുത്തുകൊണ്ടും ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത പേരാണ് അബൂ ഹുറൈറ, പൂച്ചയുടെ ഉപ്പ. ആ പേരിലാണ് പിന്നെ അദ്ദേഹം പ്രസിദ്ധനായത്. കുറേ ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ പേര്, യഥാർത്ഥ പേര് പോലും അതിനേക്കാൾ കൂടുതൽ ഉപയോഗത്തിലുള്ള പേര് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു സഖർ എന്നാണ് യഥാർത്ഥ പേര്. ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യൻദുറു, അവൻ നോക്കുകയില്ല, ഇലാ അജ്സാമിക്കും, നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് നോക്കുകയില്ല. നിങ്ങൾ നല്ല തടിച്ച ആളാണോ, നല്ല ആരോഗ്യമുള്ള ആളാണോ, നല്ല കഴിവുള്ള ആളാണോ എന്നൊന്നും അള്ളാഹു നോക്കുകയില്ല. വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപങ്ങളിലേക്കും നോക്കുകയില്ല. നിങ്ങളുടെ ഷെയ്പ്പ് എങ്ങനെയാണ്, നിങ്ങളുടെ മറ്റ് അവയവങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇതൊന്നും അള്ളാഹു തആല നോക്കൂല. നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ നിങ്ങളുടെ ബാഹ്യ രൂപങ്ങളിലേക്കോ അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല. പിന്നെ എവിടെയൊക്കെ നോക്കുക? വലാകിൻ, മറിച്ച്, യൻദുറു, അള്ളാഹു നോക്കും, ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. നിങ്ങളുടെ രൂപമോ ശരീരമോ ഒന്നുമല്ല അള്ളാഹു നോക്കുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ഇന്നയുടെ അമലൊക്കെ പഠിച്ചു. ഇന്നല്ലാഹ, ഇന്ന ഇസ്മിനിക്ക് നസ്ബ് ചെയ്തു. ലാ യൻദുറു എന്നുള്ളതാണ് അതിൻ്റെ ഖബർ. അത് ജുംല ആയതുകൊണ്ടാണ് അതിന് റഫ് ശരിക്ക് നമ്മൾ കാണാത്തത്. അപ്പോൾ ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും, ജർ ചെയ്യുന്ന അക്ഷരം മജ്റൂറാണ്. അജ്സാമി കും എന്നുള്ളത് മുദാഫ് ഇലൈഹി. വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. ലാ യൻദുറു എന്നുള്ളത് മുളാരിയായ ഫീലാണ്, മൻഫിയാണ്. യൻദുറു എന്നുള്ളത് മുളാരിയായ ഫീലാണ്, പോസിറ്റീവാണ്, മുസ്ബത്താണ്. ക്ലിയർ അല്ലേ? അതും സർഫും കൂടി നമ്മൾ ഇതിൻ്റെ അടുക്ക് ഇങ്ങനെ വരണം. ചെറീന ഓക്കെ അല്ലേ? ചെറീൻ സംശയമുള്ളത് പറയണേ. 8ാമത്തെ ഹദീസ്. അൻ അബി മൂസ അബ്ദുല്ലാഹി ബിൻ ഖൈസ് അൽ അശ്അരി റളിയല്ലാഹു അൻഹു. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബ്ദുല്ലാഹ് ബിൻ ഖൈസ് എന്നാണ്. ഖാൽ, അദ്ദേഹം പറയാണ്, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കപ്പെട്ടു. സുഇല, സഅല എന്നതിൻ്റെ മജ്ഹൂലാണ് സുഇല, ചോദിക്കപ്പെട്ടു. അനിർ റജുലി, ഒരു മനുഷ്യനെ സംബന്ധിച്ച്, യുഖാത്തിലു, അവൻ യുദ്ധം ചെയ്യുന്നു, ഷജാഅത്തൻ, ധീരനാണ്, ധൈര്യം പ്രകടിപ്പിക്കാൻ യുദ്ധം ചെയ്യുന്നു. വയുഖാത്തിലു ഹമിയത്തൻ, ഒരാൾ അവന് മറ്റൊരാളോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു. വിരോധം തീർക്കാൻ, വൈരാഗ്യം തീർക്കാൻ, അവനോടുള്ള ശത്രുത തീർക്കാൻ വേണ്ടി യുദ്ധം ചെയ്യും. വയുഖാത്തിലു റിയാഅൻ, പ്രശസ്തി നേടാൻ വേണ്ടി, ഞാൻ വലിയ യുദ്ധക്കാരനാണ്, ഞാൻ യുദ്ധത്തിനൊക്കെ പോകുന്ന ആളാണ് എന്ന് ജനങ്ങൾ പറയാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു. അത് 3 വിഷയം. ഒരു മനുഷ്യൻ അവൻ
ധീരനാണ് എന്ന് ജനങ്ങൾ സംസാരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റൊരാളോട് ദേഷ്യമുണ്ട്, ആ ദേഷ്യമുള്ള ആളോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രശസ്തി ആഗ്രഹിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നു. അയ്യുദാലിക ഫീ സബീലില്ലാ, ഇതിലേതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളത് എന്ന് ചോദിച്ചു റസൂലുള്ളാഹി. ഇവരിൽ ആരാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നത്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ, ഒരാൾ, ഖാതല, അവൻ യുദ്ധം ചെയ്യുന്നു, ലിതകൂന കലിമത്തുല്ലാഹി, ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. മൻ, ഒരാൾ, ഖാത്തല, അവൻ യുദ്ധം ചെയ്യുന്നു, ലിതകൂന കലിമത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ കലിമത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ആവുന്നതിന് വേണ്ടി, ഹിയ, അത്, അൽ ഉള്ളിയ, അത് ഉയർന്നു നിൽക്കാൻ വേണ്ടി. അള്ളാഹുവിൻ്റെ കലിമത്ത്, അള്ളാഹുവിൻ്റെ ദീന് ഉയർന്നു നിൽക്കാൻ വേണ്ടി ആര് യുദ്ധം ചെയ്യുന്നുവോ, ഫഹുവ ഫീ സബീലില്ലാഹ്, അവനാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ജനങ്ങൾ കാണാൻ വേണ്ടിയോ, ധൈര്യശാലിയാണെന്ന് പറയാനോ, വിരോധം തീർക്കാനോ, ശത്രുത തീർക്കാനോ, ആളുകൾ എന്താ പറയുക, ഞാനൊരു പ്രശസ്ത യുദ്ധക്കാരനാണെന്ന് പറയാനോ ഒന്നുമല്ല യുദ്ധം ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ കലിമത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അത് ഉന്നതമാകുന്നതിന്, അത് വിജയിക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവൻ. അല്ലാത്തവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനല്ല. ഓക്കെ അല്ലേ? എവിടെ? 1 2 3 4 ജുമാന, ഷംന, ഓക്കെ അല്ലേ? യെസ്. ഇവിടെ മുലാരിയായ ഫീലുണ്ട്, യുക്കാത്തിലു മുലാരിയായ ഫീലാട്ടോ. നിങ്ങളിപ്പോൾ പഠിച്ചിരിക്കുന്നത് എന്താണ്, 3 അക്ഷരമുള്ള മുലാരിയായ ഫീലായിരിക്കും. ഇനി 3 അക്ഷരത്തേക്കാൾ കൂടുതലുള്ള മുലാരിയായ ഫീലാണ് ഖാത്തല യുഖാത്തിലു. അത് നിങ്ങളുടെ അടുത്ത കിതാബിൽ കൊടുക്കും. മൻ ഖാത്തല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ. തകൂന, കാന യകൂനു നമ്മൾ നാക്കിസായ ഫീൽ പഠിച്ചിട്ടുണ്ടല്ലോ. ആ തകൂന എന്നുള്ളതിൻ്റെ ഇസ്മ നോക്ക് നിങ്ങൾ, കലിമത്തു എന്നാണ്. കലിമത്തു എന്നുള്ളത് അതിൻ്റെ ഇസ്മിനിക്ക് റഫ്. ഹിയൽ ഉൽയ ഫഹുവ ഫീ സബീലില്ലാഹ് മുത്തഫഖുൻ അലൈഹി. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോവാം. 9 ക്ലിയർ അല്ലേ ഫൈസ? നെക്സ്റ്റ് വൺ. വൻ അബി ബക്രത നുഫൈ ബിൻ അൽ ഹാരിസ് الثقفي رضي الله عنه أن النبي صلى الله عليه وسلم قال, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദൽ തഖൽ മുസ്ലിമാനി, രണ്ട് മുസ്ലിങ്ങൾ പരസ്പരം കണ്ടുമുട്ടി, ബിസൈഫൈഹിമ, രണ്ടുപേരും അവരുടെ രണ്ടുപേരുടെയും വാളെടുത്തുകൊണ്ട്. രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം രണ്ട് വാളെടുത്തുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടി എന്ന് പറഞ്ഞാൽ അവർ ഏറ്റുമുട്ടി, യുദ്ധം ചെയ്തു. ഫൽ ഖാത്തിലു, അപ്പോൾ ഒരാൾ കൊല്ലപ്പെടും, ഒരാൾ കൊന്നവനുണ്ടാകും, കൊല്ലപ്പെട്ടവനുണ്ടാകും. ഫൽ ഖാത്തിലു, കൊന്നവനും, വൽ മഖ്തൂലു, കൊല്ലപ്പെട്ടവനും ഫിന്നാർ, നരകത്തിലാണ്. കൊന്നവനും നരകത്തിലാണ്, കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. ഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹാദൽ ഖാത്തിലു, കൊന്നവൻ ഓക്കെയാണ്, കൊന്നവൻ നരകത്തിലാണ്, അത് ഒരു മുസ്ലിമായ മനുഷ്യനെ കൊന്നു, അതുകൊണ്ട് അവൻ നരകത്തിലാണ് എന്ന് പറയുന്നത് വ്യക്തമാണ്. ഫമാ ബാലുൽ മഖ്തൂലി, കൊല്ലപ്പെട്ടവന്റെ അവസ്ഥ എന്താ നബിയെ? കൊല്ലപ്പെട്ടവന്
അവൻ എങ്ങനെ നരകത്തിലാവുന്നു ചോദിച്ചു. ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നഹു അവൻ, ആ കൊല്ലപ്പെട്ടവൻ, കാരണം അവനായിരുന്നു ഹരീസൻ, അതിയായി ആഗ്രഹിച്ചിരുന്നു, അലാ ഖത്ലി സ്വാഹിബിഹി, അവൻ്റെ കൂട്ടുകാരനെ കൊല്ലുന്നതിൻ്റെ മേൽ. അവൻ്റെ കൂട്ടുകാരനെ കൊല്ലാൻ വേണ്ടി അവൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. ഒരു ദൗർഭാഗ്യവശാൽ ഇവൻ കൊല്ലപ്പെട്ടു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇവൻ്റെ മനസ്സിൽ എന്തുണ്ടായിരുന്നു, ഇവൻ്റെ നിയ്യത്ത് എന്തായിരുന്നു, മറ്റവനെ കൊല്ലണം എന്നായിരുന്നു. അപ്പോൾ മനസ്സിലേക്ക് നോക്കുന്ന, കൽബിലേക്ക് നോക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലത്തിൽ ഇവൻ കൊല്ലപ്പെട്ടുവെങ്കിലും ഇവൻ്റെ മനസ്സിൽ മുസ്ലിമായ തൻ്റെ സഹോദരനെ കൊല്ലണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവനും നരകത്തിലാണ്. ഓക്കെ അല്ലേ? إذا التقى المسلمان بسيفيهما فالقاتل والمقتول في النار قلت يا رسول الله هذا القاتل فما بال المقتول قال إنه كان حريصا على قتل صاحبه متفق عليه. ഓക്കെ അല്ലേ? അടുത്ത് പറയാം. وعن أبي هريرة رضي الله عنه, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാം, 10 ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാത്തുർ റജുലി, ഒരാളുടെ നിസ്കാരം, ഫി ജമാഅത്തിൻ, ജമാഅത്തായിട്ടുള്ള നിസ്കാരം, തസീദു, അത് വർദ്ധിക്കും, അലാ സ്വലാത്തിഹി, ആ വ്യക്തി നിസ്കരിക്കുന്നതിനേക്കാൾ, ഫി ബൈത്തിഹി, അവൻ്റെ വീട്ടിൽ വെച്ച്. ഒരാൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നിസ്കരിക്കുന്നത്, അതിൻ്റെ പ്രതിഫലം വർദ്ധിക്കും. അതുപോലെ സ്വലാത്തിഹി ഫി സൂഖിഹി, അങ്ങാടിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ, അങ്ങാടിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ, വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നിസ്കരിക്കുന്നത് ഒരുത്തൻ്റെ നിസ്കാരം വർദ്ധിക്കും. ബിൽഅൻ വഇശ്രീന ദർജത്തൻ, 20 ചില്ലാനും ഇരട്ടി, 20 ചില്ലാനും ഇരട്ടി. 20-ലധികം ഇരട്ടി നടത്തും. അപ്പോൾ ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 20-ലധികം ഇരട്ടി കൂലി ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ കിട്ടും. അത് പള്ളിയിലാണെങ്കിൽ ഒന്നുകൂടി കൂടും. വദാലിക, അതൊന്ന് വിശദീകരിക്കുക. അന്ന അഹദഹും, നിങ്ങളിൽ ഒരാൾ, ഇദാ തവല്ല, അവൻ വുദൂ ചെയ്യുകയാണ്, ഫഅഹ്സനൽ വുദൂഅ, പൂർണ്ണമായ രൂപത്തിൽ വുദൂ എടുത്തു, വുദൂഇനെ ഭംഗിയാക്കി. നമ്മൾ ഒരു 10-38 സുന്നത്തുകളൊക്കെ പറഞ്ഞല്ലോ, ആ സുന്നത്തുകളൊക്കെ എടുത്ത് വളരെ പൂർണ്ണമായ രൂപത്തിൽ അവൻ വുദൂ ഭംഗിയാക്കി. സുമ്മ അത്തൽ മസ്ജിദ, പിന്നെ അവൻ പള്ളിയിൽ വന്നു, പിന്നെ അവൻ പള്ളിയിലേക്ക് നടന്നു പോയി, പള്ളിയിലെത്തുകയാണ്. ലാ യൻഹസുഹു, അവനെ പുറത്തിറക്കിയില്ല, അതായത് വീട്ടിൽ നിന്നും അവനെ പുറത്തിറക്കിയില്ല, ഇല്ല സ്വലാത്തു, നിസ്കാരമല്ലാത്ത ഒന്നും. അങ്ങാടിയിലേക്ക് പോവുകയാണ്, കുറച്ച് പച്ചക്കറി വാങ്ങണം, കൂട്ടത്തിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അവിടെ കയറി നിസ്കരിക്കുകയും വേണം. അങ്ങനെയല്ല, നിസ്കരിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്, നിസ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് അവൻ പുറത്തിറങ്ങുന്നത്. പിന്നെ വരുന്ന സമയത്ത്, നിസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞ് വരുന്ന സമയത്ത് കടയിൽ കയറി എന്തോ സാധനമൊക്കെ വാങ്ങി, അത് വേറെ വിഷയം. നിസ്കാരമല്ലാത്ത ഒന്നും അവനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയിട്ടില്ല. ലാ യുരീദു, അവൻ ഉദ്ദേശിക്കുന്നില്ല, ഇല്ല സ്വലാത്ത്, നിസ്കാരമല്ലാത്ത വേറെ ഒന്നിനെയും ഉദ്ദേശിക്കുന്നില്ല, നിസ്കാരത്തെ മാത്രമാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാൾ വീട്ടിൽ നിന്ന് വളരെ പൂർണ്ണമായ വുദൂ എടുത്തു, പള്ളിയിലേക്ക് ചെല്ലുകയാണ്, നിസ്കാരം മാത്രമാണ് അവൻ്റെ ലക്ഷ്യം, വേറൊന്നുമല്ല. ലം യഖ്തു ഖുത്വതൻ, അവൻ ഒരൊറ്റ ചവിട്ടടിയും മുന്നോട്ട് വെക്കുന്നില്ല. ഇല്ലാ റുഫിഅ ലഹു ബിഹാ ദറജത്തുൻ, അവന് ഒരു പദവി വർദ്ധിക്കപ്പെട്ടിട്ടല്ലാതെ. ഒരു പദവി വർദ്ധിക്കപ്പെടും, ഒരു ചവിട്ടടി മുന്നോട്ട് വെച്ചാൽ അവന് ഒരു പദവി വർദ്ധിക്കപ്പെടും.
ലം യഖ്തു അവൻ ചവിട്ടടി വെക്കുന്നില്ല, ഖുതുബത്തൻ ഒരു ചവിട്ടടിയും വെക്കുന്നില്ല, ഇല്ലാ റുഫിഅലഹു അവന് വർദ്ധിച്ചിട്ടല്ലാതെ ഉയർത്തപ്പെട്ടിട്ടല്ലാതെ, ബിഹ ആ ചവിട്ടടി കാരണമായി ദർജത്തുൻ ഒരു പദവി ഉയർത്തപ്പെട്ടിട്ടല്ലാതെ, വഹുത്ത അൻഹു ബിഹ ഖതിഅത്തുൻ ഒരു പാപം അവനെ തൊട്ട് പൊളിഞ്ഞ് കളയപ്പെട്ടിട്ടല്ലാതെ. അപ്പോൾ ഒരു ചവിട്ടടി പള്ളിയിലേക്ക് നടക്കുന്ന സമയത്ത് മുന്നോട്ട് വെക്കുമ്പോൾ ഒരു പദവി വർദ്ധിക്കുകയും ഒരു ദോഷം പൊളിഞ്ഞു പോവുകയും ചെയ്യും. ഹത്താ യദ്ഖുലൽ മസ്ജിദ അവൻ പള്ളിയിൽ പ്രവേശിക്കുന്നത് വരെ, അവൻ പള്ളിയിൽ എത്തുന്നത് വരെ അങ്ങനെ തന്നെ. അപ്പോൾ എത്ര ചവിട്ടടി ഉണ്ടാവും? ഒരു 10 ചവിട്ടടി ഉണ്ടെന്ന് വിചാരിക്കുക. അത് 10 പദവി കൂടും, 10 ദോഷങ്ങൾ പൊളിക്കപ്പെടും. 10 ദോഷങ്ങൾ പൊളിക്കപ്പെടുന്ന, പൊളിഞ്ഞ് ഒഴിവാകും. ഓക്കെ അല്ലേ? അതുവരെ ഓക്കെ അല്ലേ? ഫായിസിനോട് പറയണത് കേട്ടോ. ഫായിസ് കേൾക്കണില്ലേ? ഫായിസ് കേൾക്കുന്നുണ്ടോ? ഫായിസിനോട് പറഞ്ഞു കൊടുക്കണത്. നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നവരോട് ഇത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂലിയൊക്കെ ഒക്കെ എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ അല്ലേ? പിന്നെ ഇനി ഫൈദ ദഖലൽ മസ്ജിദ അവൻ പള്ളിയിൽ കടന്നാൽ, പള്ളിയിൽ പ്രവേശിച്ചാൽ, കാന ഫി സ്വലാത്തി അവൻ നിസ്കാരത്തിലായിരിക്കുന്നു. പള്ളിയിൽ പ്രവേശിച്ചു എന്നാൽ തന്നെ നിസ്കാരത്തിലാണ്. മാ കാനത്തി സ്വലാത്തു ഹിയ തഹ്ബിസുഹു മാ കാനത്തി സ്വലാത്തു നിസ്കാരം ആവുന്ന സമയത്തെല്ലാം, ഹിയ തഹ്ബിസുഹു അവനെ പിടിച്ചു വെക്കുന്ന സമയത്തെല്ലാം. ഓൻ ചെന്നു ഒരു 4:30 അസർ ഇഖാമത്ത് പള്ളിയിൽ കൊടുക്കുമെന്ന് വിചാരിക്കുക. ഓനൊരു 4 മണിയാകുമ്പോൾ പള്ളിയിലേക്ക് പുറപ്പെട്ടു. ഒരു 4:10 പള്ളിയിലെത്തി. അപ്പം 4:10 4:30 ഇഖാമത്ത് വിളിക്കുന്നത്. എന്നാൽ 4:10 മുതൽ അവൻ നിസ്കാരത്തിന് വേണ്ടി എത്ര സമയം അവിടെ പിടിച്ചിടുന്നുവോ, നിസ്കാരം എത്ര തവണ അവനെ തടഞ്ഞു വെക്കുന്നുവോ, ആ സമയത്തൊക്കെ അവൻ നിസ്കാരത്തിലാണ്. കാനഫി സ്വലാത്ത് അവൻ നിസ്കാരത്തിലാണ്. ആ കാനത്തി സ്വലാത്തു നിസ്കാരം ആയാൽ, ഹിയ തഹ്ബിസു അവനെ തടഞ്ഞു വെക്കുന്നതായാൽ. നിസ്കാരത്തിന് വേണ്ടി കാത്തു നിൽക്കണം അവന്. അപ്പൊ ഒക്കെ നിസ്കാരത്തിലാണ്. മോനക്ക് നിസ്കരിച്ച് പോവാലോ. അവരെന്ത് ചെയ്യുക? സമയമായിക്കണു, കാമത്ത് കൊടുക്കണതിന് മോന് നിസ്കരിച്ച് പോവാം. പക്ഷെ ജമാഅത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ, ജമാഅത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയവും നിസ്കാരത്തിൽ. വൽ മലായികത്തു മലക്കുകൾ യുസല്ലൂന അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അല അഹദിക്കും നിങ്ങളിൽ നിന്നും ഒരാളുടെ മേൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, ദുആ ചെയ്തുകൊണ്ടിരിക്കും. മാദാമ ഫീ മജ്ലിസിഹി അല്ലദീ സ്വല്ലാ ഫീഹി അവൻ നിസ്കരിച്ച സ്ഥലത്ത് എത്ര സമയം ഇരിക്കുന്നോ അത്രയും സമയം. നിസ്കാരം കഴിഞ്ഞു, കാരണം കഴിഞ്ഞേക്ക് സലാം വീട്ടിലേക്ക് അവൻ എഴുന്നേറ്റ് പോകുന്നില്ല, അവിടെ തന്നെ ഇരിക്കുക. അവിടെ തന്നെ ഇരുന്നിട്ട് അവന് ദിക്റ് ചൊല്ലുകയാണ്, ദ്വാരക്കുകയാണ്, ഖുർആൻ ഓതുകയാണ്, അങ്ങനെ പല സംഗതികളും ചെയ്യാൻ. അപ്പം നിസ്കാരം കഴിഞ്ഞ് എത്ര സമയം അവൻ ആ സ്ഥലത്ത് ഇരിക്കുന്നുവോ ആ സമയത്തെല്ലാം മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. യഖൂലൂൻ അവർ പറയാണ്, മലക്കുകൾ പറയാണ്, അല്ലാഹുമ്മർഹംഹു അല്ലാഹുവേ നീ ഇവന് കരുണ ചെയ്യണം, അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹുവേ നീ ഇവന് പുറത്തു കൊടുക്കണം, അല്ലാഹുമ്മ തുബ് അലൈഹി അല്ലാഹുവേ നീ ഇവന്റെ തൗബ സ്വീകരിക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക.
മലക്കുകളെ ദുആ അല്ലാഹു തആല സ്വീകരിക്കൂലേ? ഒരു തെറ്റും ചെയ്യാത്ത ആളുകളല്ലേ മലക്കുകൾ. മലക്കുകൾ ഇങ്ങനെ ഇവൻ നിസ്കരിച്ച് എത്ര സമയം ആ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നുവോ ആ സമയത്തൊക്കെ മലക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് സമയം വരെ എന്നറിയും? മാലം യുഹുദി ഫീഹി, ആ സ്ഥലത്ത് വെച്ച് അവൻ മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാക്കാത്ത കാലത്തോളം. അവിടെ ഇരുന്നോ, അപ്പുറത്തൊരാൾ ഇരിക്കുന്നുണ്ട്, അവരോടാണ് പറഞ്ഞു, ഇല്ലെങ്കിലും ആ ജുമാന എങ്ങനെ തന്നെയാണ്, എങ്കിലും ആ ഫായിസ് എങ്ങനെ തന്നെയാണ് എന്ന് ഒരാൾ കുറ്റം പറഞ്ഞു, ദൈവത്ത് പറഞ്ഞു. അപ്പോൾ മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വാക്കവൻ സംസാരിച്ചു. അതുവരെ അതുണ്ടായാൽ, മറ്റൊരാളെ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംസാരമോ മറ്റു പ്രവൃത്തിയോ ഉണ്ടായാൽ പിന്നെ മലക്ക് അവിടെ നിർത്തും. മാലം യുഹ്ദിസ്വി, അവിടെ നിന്ന് അവന് ഉതു മുറിയാത്ത കാലത്തോളം, ഉതു മുറിയുന്നത് വരെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഉതു മുറിയുന്നത് വരെ മലക്കുകൾ എന്തായിട്ടുണ്ടാവും? അവനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മുത്തഫഖുൻ അലൈഹി വഹാദാ ലഫ്ളു മുസ്ലിം, ഇത് മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ലഫ്ളാണ്. മുസ്ലിം അല്ലാഹു ഇങ്ങനെയാണ്, ഈ ലഫ്ളിലാണുള്ളത്. ബുഖാരിയിൽ ഈ ലഫ്ളാവില്ല, വേറെ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ രണ്ടുപേരും സംയുക്തമായി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? പറയും. 1 2 3 4 5. ഷംന ഓക്കെ അല്ലേ? ഷംന പോയാ? ആ, നെക്സ്റ്റ്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഈ പറഞ്ഞോടത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? പറഞ്ഞ 3 7 8 9 10 ഈ 11ാമത്തെ ഹദീസാണ്. അടുത്ത പറയട്ടെ, കേട്ട് നമുക്ക് നിങ്ങൾ അർത്ഥം വെച്ച് തരണം. ആ ഓക്കെ, ശരീരം ഓക്കെയാണ്. അർത്ഥം വെക്കാൻ. അൻ അബിൽ അബ്ബാസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഉദ്ധരിക്കുന്നു, അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഉദ്ധരിക്കുന്നു, ഫീമാ യർവി അൻ റബ്ബിഹി അസ്സ വജൽ, ഫീമാ ഒരു ഹദീസിൽ, യർവി നബി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, അൻ റബ്ബിഹി റബ്ബിൽ നിന്ന്, അസ്സ വജൽ. അപ്പോൾ അള്ളാഹു പറയുന്നു എന്ന ഹദീസ്, അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, ഖുർആൻ അല്ലാത്തത്. അപ്പോൾ അത് ഖുദ്സിയായ ഹദീസ് എന്നാണ് ഇനി പറയുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നു, ഖാൽ ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, കതബ അവൻ നിശ്ചയിച്ചു, അൽ ഹസനാത്തി നന്മകളെ നിശ്ചയിച്ചു, വസ്സയ്യിആത്ത് മോശം കാര്യങ്ങളെയും നന്മകളെയും തിന്മകളെയും അവൻ രേഖപ്പെടുത്തി നിശ്ചയിച്ചു വെച്ചു. സുമ്മ ബയ്യന ദാലിക, പിന്നെ അതിനെ വിശദീകരിക്കുകയും ചെയ്തു. നന്മകളും തിന്മകളും ഏതെല്ലാമാണ്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അവൻ വിശദീകരിച്ചു, മനസ്സിലാക്കി തന്നു. ഫമൻ, അപ്പോൾ ഒരാൾ, ഹമ്മ അവൻ ആഗ്രഹിക്കുന്നു, ബി ഹസനത്തിൻ ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഒരു പുണ്യകർമ്മം ആഗ്രഹിക്കുന്നു, ഒരു പുണ്യകർമ്മം ചെയ്യണമെന്ന് വിചാരിച്ചു ഒരാൾ, ഫലം യഅമൽഹ അവൻ അതിനെ പ്രവർത്തിച്ചില്ല, ഒരു പുണ്യകർമ്മം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ഒരു പാവപ്പെട്ടവൻ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കണം എന്ന് ആഗ്രഹിച്ചു ഒരാളെന്ന് വിചാരിക്കുക. പക്ഷെ ഫലം യഅമൽഹ അവൻ അതിനെ പ്രവർത്തിച്ചൊന്നുമില്ല. എന്നാൽ കതബഹു അല്ലാഹു എഴുതി വെക്കുന്നതാണ്, തബാറക വ തആല അല്ലാഹു തബാറക വ തആല രേഖപ്പെടുത്തും ആ നന്മയെ, ഇൻദഹു അവൻ്റെ അടുക്കൽ, ഹസനത്തൻ കാമിലത്തൻ പൂർണ്ണമായൊരു നന്മ, വിചാരിച്ചു എന്ന് മാത്രമല്ല, പൂർണ്ണമായൊരു നന്മ ചെയ്ത പ്രതിഫലം അവൻ്റെ അക്കൗണ്ടിൽ അള്ളാഹു രേഖപ്പെടുത്തി വെക്കും. ഒരു പേർക്ക്, ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത, സഹായിച്ച പ്രതിഫലം അവൻ്റെ അക്കൗണ്ടിൽ അള്ളാഹു രേഖപ്പെടുത്തി വെക്കും. ഓക്കെ ആണോ? ക്ലിയറാണോ? ഫമൻ ഹമ്മ ബി ഹസനത്തിൻ ഫലം യഅമൽഹ കതബഹ അല്ലാഹു തബാറക വ തആല ഇൻദഹു
ഹസനത്തൻ കാമിലത്തൻ വൈൻ ഹമ്മ ബിഹ, ഇനി അവൻ ഒരു നന്മയെ ഉദ്ദേശിച്ചു, ഫഅമിലഹ, അതിനെ പ്രവർത്തിക്കുകയും ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ, ഉദാഹരണത്തിലുള്ളതുപോലെ ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം വയറ് നിറച്ച് വാങ്ങിക്കൊടുക്കാൻ ആഗ്രഹിച്ചു, വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. എന്നാൽ കതബഹുല്ലാഹു, അല്ലാഹു ആ പുണ്യകർമ്മത്തെ എഴുതും, അശ്റ ഹസനാത്തിന് 10 പുണ്യകർമ്മമായിട്ട് എഴുതും, 10 നന്മകളായിട്ട് എഴുതും. ചുരുങ്ങിയത് ഏതുവരെ? ഇലാ 700, 700 വരെ, 700 ഇരട്ടി വരെ. അത്രയാണ്, അങ്ങനെയല്ല. ഇലാ അദ്വാഫിൻ കസീറത്തിൻ, അതിലേറെ ഇരട്ടികൾ, ധാരാളം ഇരട്ടികളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെക്കും. ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ആ നന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ ചുരുങ്ങിയത് 10 നന്മ മുതൽ 700 അതിലേറെ ഇരട്ടികൾ വരെ അല്ലാഹു എഴുതി വെക്കും. ഓക്കെ അല്ലേ? ഇലാ 700 ضعف ഇലാ അളഅഫിൻ കസീറത്തിൻ വഇൻ ഹമ്മ ബിസയ്യിഅത്തിൻ, ഇനി ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ഫലം യഅമൽഹ, അവൻ ആ തിന്മയെ പ്രവർത്തിക്കുകയും ചെയ്തില്ല. ഒരു തിന്മ ചെയ്യാൻ വേണ്ടി ഒരാൾ ഉദ്ദേശിച്ചു, ആ തിന്മയെ അവൻ പ്രവർത്തിച്ചില്ല. എന്നാൽ കതബഹുല്ലാഹു, അല്ലാഹു രേഖപ്പെടുത്തും ആ തിന്മയെ, ഇൻദഹു അവൻ്റെ അടുക്കൽ, ഹസനത്തൻ കാമിലത്തൻ ഒരു പൂർണ്ണ നന്മയായിട്ട്. ആ തിന്മ ഉദ്ദേശിച്ചല്ലോ, അവൻ ചെയ്തില്ല, ചെയ്യാത്തത് കൊണ്ട് അവൻ ആഗ്രഹിച്ചിട്ടും അവന് ചെയ്യാൻ പിന്നെ ചെയ്തില്ല. അപ്പോൾ അതൊരു പൂർണ്ണമായ നന്മയായി, പുണ്യകർമ്മമായി അല്ലാഹു രേഖപ്പെടുത്തും. വഇൻ ഹമ്മ ബിഹാ, ഇനി ഒരു തിന്മ ചെയ്യാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചു, ഫഅമിലഹ, ആ തിന്മയെ പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ കതബഹുല്ലാഹു സയ്യിഅത്തൻ വാഹിദ, അതൊരൊറ്റ തിന്മയായിട്ടാണ് അല്ലാഹു രേഖപ്പെടുത്തുക. ആ തിന്മയെ ഒറ്റ തിന്മ, നേരത്തെ പറഞ്ഞ പോലെ അതേ രൂപത്തിലാണെങ്കിൽ ഒന്നല്ലല്ലോ, ചുരുങ്ങിയതൊരു 10 രേഖപ്പെടുത്തേണ്ട, ഇല്ല, ഒറ്റ തിന്മയായിട്ടാണ് രേഖപ്പെടുത്തുക. ഇരട്ടിയില്ല, ഒന്നുമില്ല. മുത്തഫഖുൻ അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം നോക്കി, അത്ര കാരുണ്യം ചെയ്യുന്ന ആളാണ് അല്ലാഹു തആല. ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത് ثم بين ذلك فمن هم بحسنة فلم يعملها كتبه الله تبارك وتعالى عنده كتبه الله تبارك وتعالى عنده حسنة كاملة وإن هم بها فعمل كتبه الله 10 حسنات إلى 700 ضعف إلى أضعاف كثيرة وإن هم بسيئة فلم يعملها كتبها الله عنده حسنة كاملة وإن هم بها فعملها كتبها الله سيئة واحدة متفق عليه. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?